ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ ഉണ്ടാവും. നമ്മളിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല, തിന്നു നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ റിനിമോൾ കടയിൽ പോയിട്ട് അങ്ങനെ ചങ്ങാഴ്ചകളൊപ്പം പോയി കണ്ട് അങ്ങനെ തിന്ന രസമോൾ പറയുന്നുണ്ട്. അപ്പോൾ ഓൾ ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണം. ഉരുളങ്കിഴങ്ങ് തൊലിയൊക്കെ ചെത്തി കട്ടില്ലാതെ അരിഞ്ഞെടുത്ത് കണ്ട് ചൂടുവെള്ളത്തിലിട്ട് കണ്ടൊന്ന് തിളപ്പിച്ചെടുത്ത് പിന്നെ പൊരിച്ചെടുക്കുക. അതൊന്ന് ചെയ്തെടുക്കട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട്? അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ഒന്നുകൊണ്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ വൈകിട്ട് മഴ പിടിച്ചും ചെയ്തല്ലോ അല്ലേ. 2-3 ദിവസങ്ങളിലൊക്കെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ അടുപ്പിൻ്റെ അവിടെ നല്ല നനവുണ്ടായതുകൊണ്ട് കുറേ പണികൾ അതിലൊക്കെ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിരിക്കണം. അങ്ങനെ വീഡിയോ ഇടാതെ നിന്നാലും നമ്മൾക്ക് കീറുന്നതില്ലാതാവും ചെയ്യും. അപ്പോൾ ഇതാ ഉരുളങ്കിഴങ്ങൊക്കെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തു. ഇനി വെള്ളം തിളപ്പിച്ചിട്ട് കൈക്ക് ഉപ്പിട്ടെടുത്തു. ഇനി തിളച്ച വെള്ളത്തിൽ കണ്ടിട്ടെടുത്തുകാണ്ട് ഒന്നിങ്ങനെ തിളച്ചതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കണതൊന്നും നന്നാവൊന്നുമില്ല. കടയിൽ നിന്ന് കിട്ടണ അതേമാതിരി ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഉണ്ടാക്കിയത് അപ്പത്തെ ഒരു ചൂടുണ്ടാവും, തണുക്കാതെ അങ്ങനെ നിൽക്കും. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകേണ്ടിരിക്കാറ്. അപ്പോൾ എന്നാലും നമുക്കൊന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കി നോക്കുമ്പോൾ അതിൻ്റെ ഒരു രസം അത് വേറെ തന്നെ ഇല്ല. അങ്ങനെ ഉരുളങ്കിഴങ്ങൊക്കെ ഒന്നുകൊണ്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ കുറേ പണിയൊന്നുമില്ല, എളുപ്പമുണ്ട് ഉണ്ടാക്കാനിട്ടാണ്. ഉണ്ടാക്കി വെക്കുമ്പോഴെല്ലാം അറിയണത്. പിന്നെ അതുപോലെ തന്നെ തിന്നാനും നല്ല രസമുണ്ട്. ഉണ്ടാക്കി നോക്കി പിന്നെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ കുറച്ച് ഉരുളങ്കിഴങ്ങ് പൊരിക്കുക, ഇറച്ചി പൊരിക്കുക, പിന്നെ എന്താ ചീസ് ഉണ്ട് അതിക്ക് ഉപയോഗിക്കണേ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മതി. അപ്പോൾ ഇതാ ഇറച്ചി നമ്മൾ പിന്നെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് കോൺഫ്ലോറിൻ്റെ പൊടി എല്ലാം കൂടി ഇട്ടുകാണൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇനി അതൊന്ന് പൊരിച്ചെടുക്കുക. പിന്നെ അതും കൂടെ പൊരിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ഇനി ഉണ്ടാക്കാനുള്ളത് ബട്ടറിൽ പിന്നെ കോൺഫ്ലവറോടൊന്ന് ക്രീം ഉണ്ടാക്കണം. അതും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അത് ഇറച്ചി ഇതൊക്കെ ഒന്നുകൊണ്ട് പൊരിച്ചെടുക്കുക. ചെറുതാക്കി ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടാണ്. എന്നിട്ട് എല്ലില്ലാത്ത കഷ്ണങ്ങൾ അടിച്ചിട്ട് അതൊന്ന് മസാലയൊക്കെ തേച്ചിട്ടാണ് ഒന്നുകൊണ്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്കൊരു ക്രീം ഉണ്ടാക്കണം. അപ്പോൾ ബട്ടർ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ട് ബട്ടർ ചട്ടി ചൂടായി വന്നിട്ട് അതിക്ക് ഒഴിച്ചെടുക്കുക. പിന്നെ ഇത് ഗ്യാസുമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം കരിഞ്ഞ് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. വേഗം ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഒരു 2 ടീസ്പൂൺ ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ കുറുക്കിയെടുക്കുക. ഈ ഒരു ക്രീം നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചെടുക്കണം. ക്രീം പറഞ്ഞാൽ അങ്ങനെ ഒരു ക്രീം നമ്മൾ ഉണ്ടാക്കിയത് കുറച്ചൊക്കെ ശരിയായിട്ടുള്ളൂ. എന്നിട്ട് അതിക്ക് ലേസം ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും പിന്നെ കുറച്ച് ഉണക്കമുളക് പൊടിച്ചത്, പിന്നെ ലേസ് ഉണ്ടല്ലോ അതും കൂടെ പൊടിച്ചിക്കാണ്ട് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയുന്ന മാതിരി നമ്മൾ ഉണ്ടാക്കി നോക്കി. അപ്പോൾ ആ ക്രീമൊക്കെ ആയി ഇനി നമുക്കിത് സെറ്റാക്കിയിരിക്കണം. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു മൺചട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഇറച്ചി ആദ്യം ഇട്ട് കൊടുക്കുക, പിന്നെ ഉരുളങ്കിഴങ്ങ് ഇട്ട് കൊടുക്കുക, പിന്നെ എന്താ ഈ ലേസ് പൊടിച്ചിട്ടുണ്ടല്ലോ അത് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക, ഉണക്കമുളക് പൊടിച്ചത് അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഈ ക്രീം ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒന്നും കൂടെ ഇറച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാം ചെയ്തെടുത്തിട്ട് അതാണ് ഇപ്പോൾ നമ്മൾ ലോഡഡ് ഫ്രൈസ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. ഓരോരുത്തരും ഓരോ കോലത്തിൽ ഉണ്ടാക്കും. ഞാൻ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലല്ലോ, ആദ്യമായിട്ടാണ്. നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാക്കി നോക്കണമെന്നില്ല, ഒറ്റയടിക്കാണ് ഉണ്ടാക്കുക. ഇത് നന്നായി. പിന്നെ ഞാനിവിടെ ഈ ജൈസ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിവിടെ ഉണ്ടായതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. റിതുമാൻക്ക് ഒരു പാക്കറ്റ് കൊടുത്തപ്പോൾ വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തതാണ്. ടൊമാറ്റോൻ്റെ ടേസ്റ്റൊക്കെ കിട്ടണുണ്ടേനും. അപ്പോൾ ഇതൊക്കെ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലേക്ക് പിന്നെ നമ്മൾ ലേസം പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കട്ടി അയക്കണം. അതിങ്ങനെ ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചാൽ കുറച്ചിങ്ങനെ ലൂസായി വരും. പിന്നെ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളതും. അപ്പോൾ ഇതാ നമ്മളെ ലോഡഡ് ഫ്രൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് തിന്നിട്ട്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് തിന്ന് നോക്കേണ്ടത്. ഇതിക്ക് ഈ ക്രീമാണ് ഇതിൻ്റെ രസം കേട്ടോ. നല്ല രസം കിട്ടുന്നുണ്ട് ക്രീമാണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.